സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. നടന്നത് പേരിനൊരു ചർച്ചയെന്ന് ആശാപ്രവർത്തകർ. ഓണറേറിയം വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഒന്നും ചർച്ചയായില്ല. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവുമായി ആശാപ്രവർത്തകർ മുന്നോട്ട്. രാവിലെ NHM ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ശതമാനം പോലും മുന്നിലേക്ക് പോകാനുള്ള യാതൊന്നും തന്നെ ചർച്ചയിലില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്തയാഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. ചർച്ച ചെയ്യാം. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ പിരിഞ്ഞു പോകണം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയമായിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ കെട്ടണഞ്ഞ ഒരു പകലുകൂടി കടന്ന് രാപ്പകൽ സമരം അവർ തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്ന് 2 യോഗമാണ് ചേർന്നത്. NHMന്റെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ചർച്ചയിലും പ്രശ്ന പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഉന്നയിച്ച 2 അടിസ്ഥാന ആവശ്യങ്ങൾ കൂടി ഉണ്ട് നിലവിൽ. ഈ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർധനവ്, ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി, ഈ 2നും ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ന് ചേർന്ന 2 ചർച്ചയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ കെട്ടണഞ്ഞ സാഹചര്യത്തിലൂടെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ തുടർന്ന് നാളെ മുതൽ തന്നെ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം തുടരാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. NHMുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് വലിയ രോക്ഷ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്നതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ യോഗവും പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെയാണ് ഇന്നിപ്പോൾ 2 ചർച്ചയും അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അവർ ഉന്നയിക്കുന്ന 2 ആവശ്യങ്ങളിലും ഒരു അനുകൂല തീരുമാനം എടുക്കാനുള്ള സാമ്പത്തിക സാഹചര്യമല്ല ഇപ്പോൾ സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് സമരത്തിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, അവര് ചർച്ചയ്ക്ക് വിളിക്കുമ്പം പരിഹരിക്കാനാണല്ലോ വിളിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളെ വിളിച്ചിട്ട് അവരൊരു പ്രഹസനമാക്കി മാറ്റുകയാണ് ചെയ്തത്. നമ്മൾ വെച്ചത് 38 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ വെച്ച ഡിമാൻഡിന്മേൽ ആ ഡിമാൻഡ് ചർച്ച ചെയ്ത് എന്താണ് നിർദ്ദേശിക്കാനുള്ളതെന്ന് പറയാതെ അവിടെ ഈ കാശില്ല, സമരം ഉപേക്ഷിക്കണമെന്ന് പറയാനാണ് അവർ വിളിച്ചത്. ഈ 38 ദിവസം ഇവിടെ വെയിൽ കൊണ്ട സ്ത്രീകളോട് ഇതെന്തൊരു സർക്കാരാണ്, എന്തൊരു മന്ത്രിയാണ്? ഇവർക്ക് അറിയത്തില്ലേ തൊഴിൽ സമരം നടന്നാൽ എങ്ങനെ സെറ്റിൽ ചെയ്യേണ്ടതെന്ന്? നിങ്ങൾ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് സമരം ഇരിക്കുന്നതിൽ വലിയ സങ്കടം ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. വലിയ സങ്കടം ഉണ്ടായിരുന്നവർ ഇവിടെ വന്നേനെ വരുന്നല്ലോ. ഈ മഴ എല്ലാം കൊണ്ടപ്പം ഞങ്ങൾ ഈ മഴ ഇവിടെ കൊണ്ട് കിടന്നപ്പോഴത്തേക്ക് ഇവിടെ എത്രയോ മനുഷ്യർ വന്നു. എന്നിട്ട് അവരിങ്ങോട്ട് വന്നില്ലല്ലോ. നമ്മളിത് ഫോൺ ചെയ്ത് പോലും ചോദിച്ചില്ലല്ലോ എങ്ങനെയുണ്ട്. ഇന്നലെ ഈ ഭയങ്കര ഇടിവെട്ടും കൊല്ലിയാനും മഴയായിരുന്നല്ലോ. ഇത്രയും അങ്ങ് സങ്കടമുള്ളവരാണെങ്കിൽ അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. 38 ദിവസമായിട്ട് ഈ സ്ത്രീകൾ ഇവിടെ നിന്ന് വെയിൽ കൊണ്ടിട്ട് നമ്മളത് കാണുന്നില്ലല്ലോ. വെറുതെ വർത്താനത്തിൽ പറഞ്ഞാൽ പോരല്ലോ, പ്രവൃത്തിയിൽ കാണണ്ടേ. വർത്താനം ആർക്കും പറയാൻ പറ്റും, പ്രവൃത്തിയിൽ കൊണ്ടുവരണം, എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 38ാമത്തെ ദിവസം ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ കാശില്ലെന്ന് പറയാനാണ്. 5ാമത്തെ ദിവസം മന്ത്രി വിളിച്ചിട്ട് അത് തന്നെയല്ലേ പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ഉടനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊരു തീരുമാനം, അതപ്പോഴും ഓണറേറിയം വർധനവിൽ ഉൾപ്പെടെ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി പറയുന്നില്ല. മറ്റ് നിങ്ങളെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ആശാ പ്രവർത്തകരിലേക്ക് മാറ്റണം, ആ നിർവചനത്തിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. വർക്കറാണോ തൊഴിലാളി ആണോ എന്നുള്ളതല്ല, പണിയെടുക്കുന്നവന് കാശ് കൊടുക്കണം, അതാണ് പറയുന്നത്. ആശാ വർക്കറെ ഇനി റെഗുലറൈസ് ചെയ്ത് തൊഴിലാളിയാക്കിയിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കുന്നവന് കാശ് കൊടുക്കണം, അത് ഏത് പേരിൽ പണിയെടുപ്പിച്ചാലും. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്, അല്ലേ? അതല്ലേ ആദ്യമേ ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഇൻസെന്റീവാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടാണോ ഇവര് നമുക്ക് ഓണറേറിയം തന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. ആ സംസ്ഥാന സർക്കാരല്ലേ തരുന്നത്, അതല്ലേ വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതുവരെ അത് മനസ്സിലായില്ലേ? ഇവരെന്തിനാണ് ഇങ്ങനെ കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത്. കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടാണോ ഇവർ ഓണറേറിയം തരുന്നത്? അതാണെങ്കിൽ അങ്ങനെ പറയണം. അവര് കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ് ഞങ്ങൾ ഓണറേറിയമായിട്ട് തരുന്നത് അവർ പറയണം. അതല്ലെങ്കിൽ പിന്നെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കരുത്. ആർക്കും തെറ്റിദ്ധാരണയില്ല. ഇവർ വിചാരിക്കുന്ന ആളുകളെല്ലാം ഇവർ പറയുന്നത് കേട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചിരിക്കുകയാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ആളുകൾക്ക് നല്ല ബോധമുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരള സമൂഹത്തിന്. നാളെ 11 മണിക്കാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് നിരാഹാരം ഇരിക്കുന്നത്? നിരാഹാരം കിടക്കുന്ന ഒരാൾ ഞാനാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആശയും ഷീജയും തങ്കമണിയാണ്. ഞങ്ങൾ 3 പേരുമാണ് നാളെ ആരംഭിക്കുന്നത്. പരിഹാരം ഉണ്ടാകുന്നത് വരെ നിരാഹാര സമരം ഇരിക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും. നമ്മളിത് വെറുതെ പറയുന്നില്ലല്ലോ. അനിശ്ചിതകാല നിരാഹാരമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പരിഹാരം കാണുന്നത് വരെ നിരാഹാരം കിടക്കും. സമരം തുടങ്ങി 38ാമത്തെ ദിവസം, അതായത് ഇന്ന് ഈ സമരത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ അത് NHM ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് രണ്ടാമതൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വക ഉണ്ടായിരുന്നില്ല ഈ 2 ചർച്ചകൾ കഴിയുമ്പോഴും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓണറേറിയം വർധനവിലും അതുപോലെ തന്നെ ആനുകൂല്യം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് ഇനിയും കൂടിയാലോചനകൾ നടത്താനുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ല സംസ്ഥാന സർക്കാർ നിലവിൽ കടന്നു പോകുന്നത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ നിരത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ നമ്മുടെ ആശമാർ ഈ വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നതിൽ വലിയ ഖേദപ്രകടനവും ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു യോഗം ചേരുന്നുണ്ട്. ചർച്ച നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലും ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് ആശാപ്രവർത്തകരിലേക്ക് ഇവർക്കൊരു മാറ്റം വേണം. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ പലതും ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്താൻ പോകുന്നത്. അപ്പോഴും 38 ദിവസം പിന്നിട്ട് നാളെ 39ാമത്തെ ദിവസം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം അതിശക്തമായിട്ട് തുടരാൻ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഈ ആശാപ്രവർത്തകർ എടുത്തിരിക്കുന്ന തീരുമാനം. അതിലൊരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. തീർച്ചയായും സൂര്യ, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം അവർ ഇരുന്നും നിന്നും കിടന്നുമുള്ള സമരമടക്കം മഴയത്തായാലും വെയിലത്തായാലുമുള്ള സമരങ്ങളൊക്കെയാണ് നമ്മൾ ഒരു മാസത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സർക്കാരിനടക്കം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി മങ്ങിയതോടെ ഇനി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്നതിൽ ഒരു വ്യക്തത ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും സമരം അതിശക്തമായി തുടരുമെന്ന് ആശാ വർക്കർമാർ പറയുമ്പോൾ എത്തരത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുക എന്നതൊരു ചോദ്യമായിട്ട് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതിലൊരു ഇടപെടൽ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ആശമാർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ മന്ത്രിക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല. മന്ത്രി തുടക്കം മുതൽ തന്നെ ആവർത്തിച്ചിരുന്ന കേരളത്തിലാണ് ആശമാർക്ക് ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്, അത് LDF സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന അതേ വാചകങ്ങൾ ഇന്നും ഇപ്പോൾ മന്ത്രി ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി സാമ്പത്തികമായിട്ട് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആശമാർക്ക് നൽകുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കുന്നതല്ല, അതിനുള്ള സാഹചര്യമില്ല. പക്ഷെ ഓണറേറിയം വർധനവ് ഉണ്ടാകണം എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് മന്ത്രി ആവർത്തിച്ചു പറയുന്നു. 3 ഇരട്ടിയായിട്ട് ഉടനെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതിലേക്ക് ഉടനെ സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി അതിന് വിശദീകരണം നൽകുന്നത് എന്നുള്ളതാണ്. വിരമിക്കൽ ആനുകൂല്യത്തിൽ ഉൾപ്പെടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെങ്കിൽ അവർ പറയുന്നത് അംഗീകരിക്കണമെങ്കിൽ അതിലും ചില കൂടിയാലോചനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അത്തരത്തിലുള്ള സാഹചര്യം സംസ്ഥാന സർക്കാരിന് നിലവിലില്ല എന്നുള്ള കാര്യങ്ങളാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, സർക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഈ 2 കാര്യങ്ങളിൽ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ സമരം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ഇതുവരെയും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നൊരു വ്യതിചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിശക്തമായ സമര പരിപാടിയിലേക്ക് അടുത്ത ദിവസം മുതൽ കേരളത്തിലെ ആശാവർക്കർമാർ കടക്കുന്നു. രാപ്പകൽ സമരം നടത്തുന്നതോടൊപ്പം തന്നെ നാളെ രാവിലെ 11 മണി മുതൽ 3 ആശമാർ അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കും
തുടരും എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ ആ നിരാഹാര സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.